അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നബിദിന സംബന്ധമായിക്കൊണ്ട് നമ്മൾ നിരവധി വീഡിയോകൾ 2 ചാനലുകളിലൂടെയായിട്ട് ചെയ്തിരുന്നു. അതിന് അനുകൂലിച്ചും പ്രതികൂലിച്ചും പലതരത്തിലുള്ള കമൻറ്റുകളായിക്കൊണ്ടും അഭിപ്രായങ്ങളായിക്കൊണ്ടും അതുപോലെ തന്നെ ഫോണിലൂടെയൊക്കെ പല ആളുകൾ വിളിച്ചുകൊണ്ടും വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചുകൊണ്ടൊക്കെ അറിയിക്കുന്നുണ്ട്. ഇപ്പോഴും പല ആളുകളും വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവർക്ക് ന്യായീകരിക്കുവാനുള്ളത് ഇത് സംബന്ധമായിക്കൊണ്ട് തെളിവുകളൊന്നും ഇല്ലെങ്കിൽ പോലും അവർ ഇത് ആഘോഷിക്കും എന്നുള്ള ഒരവസ്ഥയാണ്. പിന്നെ അവരുടെ അടുത്ത് നമുക്കൊന്നും പറയാനില്ല. ഇനി ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇത് മതത്തിൽ പുണ്യമാണ്, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ഒരു തരത്തിലാണ് സ്നേഹിക്കേണ്ടത് എന്ന് തെറ്റിദ്ധരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രം ഒരു ചെറിയ വീഡിയോ ആണ് ഇവിടെ കാണിക്കുവാനുള്ളത്. ഇവിടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് ഏത് ദിവസമാണെന്ന് ഒരു തരത്തിലും ഇവർക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയാറ്. അവിടേക്ക് നമ്മൾ പോകുന്നില്ല. ഇനി ദിവസം പോട്ടെ, അവർ റബീഉൽ അവ്വൽ 12 ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുന്നുണ്ട്. ആഘോഷത്തിന് എന്താണ് തെളിവ് എന്ന് ചോദിക്കുമ്പോൾ ഖുർആനിൽ നിന്ന് ആയത്ത് ഓതും. പക്ഷേ അതിന് ഒരടിസ്ഥാനവും ഇല്ല എന്നുള്ളത് അതിൻ്റെ അവതരണ പശ്ചാത്തലവും അതിൻ്റെ വ്യാഖ്യാനവും വെച്ചുകൊണ്ട് പ്രഭാഷകർ അത് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് അവർ ഹക്കീക്കത്ത് എന്നുള്ള, ഞാനൊരു വീഡിയോയിൽ ഹക്കീക്കത്ത് എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ക്ഷമിക്കണം, ഏതായാലും ആരെങ്കിലും ആ ഒരു വാക്കിനെ കുറിച്ച് ഹക്കീക്കത്ത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതല്ല, ഹക്കീക്കത്താണ്. അപ്പോൾ ഹക്കീക്കത്ത് അറുക്കുന്നതാണ് പിന്നീട് അതിനെ തെളിവാക്കിയത്. അപ്പോൾ അതൊന്നും ഓലിക്ക് പേച്ചു. കാര്യം ഞാനൊക്കെയാണ് അത് പൊളിച്ചടക്കി കൊടുക്കുന്നത്. എൻ്റെ അറിവ് ഇപ്പോൾ എത്രയുള്ളതെന്നുള്ളത് എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയുമല്ലോ. അപ്പോൾ അത് വിശദീകരിക്കേണ്ടതില്ല. ഞാൻ എൻ്റെ ആദ്യം മുതലേ പറയുന്നുണ്ട്, ഞാനൊരു പണ്ഡിതനല്ല, ഞാൻ വലിയ കിതാബ് ഓതി പരിചയമല്ല. അപ്പോൾ നമ്മൾ ഖുർആൻ പരമാവധി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പണ്ഡിതന്മാരുടെ ക്ലാസ്സുകൾ പരമാവധി പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതല്ല നമ്മുടെ വിഷയം. ഇൻഷാ അല്ലാഹ് ഇവിടെ പറയാം. ഇതിന് തെളിവ് പറയുമ്പോൾ അപ്പോൾ ഹഖീഖത്തും അല്ല, പിന്നെ ഓരോന്നായിട്ട് പണ്ട് മുതലേ പറയുന്നതാണ്. അബൂലഹബ് വരെ ഇതിന് വേണ്ടിയിട്ട് തെളിവാക്കൽ. സ്വഹീൽ ബുഖാരിയിൽ ഒരു തഅലീഖ് കൊടുത്തപ്പോൾ ബാബ് നിക്കാഹിലാണെന്ന് തോന്നുന്നുണ്ട്. സുവൈബ എന്ന് പറയുന്ന സുവൈബത്തുൽ അസ്ലമ എന്ന് പറയുന്ന സ്വഹാബ വനിത, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പാല് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു നിക്കാഹ് സംബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ഒരു ചരിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബുഖാരി എന്നുള്ളതാണ്. അവിടെ ഈ അബൂലഹബിന് തിങ്കളാഴ്ച ഇങ്ങനെ കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്നുണ്ട്, ഇത് വെള്ളം കുടിക്കാൻ കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഇവർ തെളിവാക്കിയിരുന്നു. അത് സംബന്ധമായിക്കൊണ്ട് മുജാഹിദ് ബാലുശ്ശേരി പറയുന്ന ഒരു പ്രഭാഷണത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് കാണിക്കുവാനുള്ളത്. ഇതിന് തെളിവില്ല, അബൂലഹബും തെളിവല്ല, ഹഖീഖത്തും തെളിവല്ല. ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭൂജാതനായതിൽ സന്തോഷിക്കണം. അതിന് എന്തിനാണ് നിങ്ങൾ ഈ ചാടിക്കളിക്കണേ? എന്തിനാണ് നിങ്ങൾ ഈ ആഘോഷിക്കണേ? നിങ്ങൾ ചാടിക്കളിക്കുന്നു എന്ന് പറയുമ്പോൾ തെറ്റിയിരിക്കുന്നുണ്ട്. ദഫ് എന്ന് പറഞ്ഞിട്ട് സാധനം കൈ പിടിക്കുന്നുണ്ട്, ചാടലനല്ലേ, ചാടുക, കുണ്ടമറിയ, ഒന്നും കളിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ തനി വലിയ ഇതൊക്കെ തന്നെ. ഇതിൽ പലതരത്തിലുള്ള കളികളുമുണ്ട്. അപ്പോൾ കളികൾ പലതും ഓലിക്കുണ്ടാവും, ഓല് കളിച്ചോട്ടെ. പക്ഷെ അത് ഇസ്ലാമിൻ്റെ പേരിൽ കളിക്കുമ്പോൾ അത് ഇസ്ലാമല്ല എന്ന് പറയേണ്ട ആ ഒരു ഉത്തരവാദിത്തമുള്ളത് കൊണ്ട് പറയേണ്ട. ഇൻഷാ അല്ലാഹ് എന്തായാലും മുജാഹിദ് ബാലുശ്ശേരി ഇത് സംബന്ധമായിക്കൊണ്ട് എന്താണ് പറയുന്നതെന്ന് കേൾക്കുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വീഡിയോയിലേക്ക് നമ്മൾ ചോദിച്ചു ഇവരോട്, നബിദിനം ഇസ്ലാമികമാണോ? നമ്മൾ ചോദിച്ചു ഖുർആനിലുണ്ടോ? അപ്പോ ഇല്ല. ഉണ്ടെന്ന് പറയുന്ന വിദ്വാന്മാർ വേറെ ഉണ്ട്, നമുക്ക് വേറെ പറയാം. ഇല്ല. ഹദീസിലുണ്ടോ? അതും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തോ? ഇല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചെയ്തോ? ഇല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ചെയ്തോ? ഇല്ല. പിന്നെ ആരാ ചെയ്ത്? അബൂലഹബ് ചെയ്തു. നബിദിനോ അബൂലഹബ് ചെയ്തു. അപ്പൊ അബു നിങ്ങളെ നേതാവോ? അബൂലഹബ് നിങ്ങളെ നേതാവോ? കേട്ടോളി, ഞാൻ പറയല്ലേ, ഇത് സുന്നത്ത് സുന്നത്ത് പഠിപ്പിക്കുന്ന മാസിക. ഇനി കേട്ടോ, സമസ്ത കേരള സുന്നി യുവജന സംഘം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രസിദ്ധീകരിക്കുന്ന മത സാംസ്കാരിക മാസിക 1985 എന്താ പറയുന്നത് കേട്ടോളിട്ടോ? നബിദിനാഘോഷം. അതിന് തെളിവ് തിരിക്കാട്ടോ ലേഖനം. എല്ലാവരും മനസ്സിലായിക്കോളി. നബിദിനത്തിന് സുന്നികളെ തെളിവ് നബി ചെയ്തോ? ഇല്ല. ഖുർആനിലുണ്ടോ? ഇല്ല. സഹാബികൾ ചെയ്തോ? ഇല്ല. താബിഈങ്ങൾ ചെയ്തോ? ഇല്ല. താബിഈങ്ങൾ ചെയ്തോ? ഇല്ല. മദ്ഹബിന്റെ ഇമാമികൾ ചെയ്തോ? ഇല്ല. പിന്നെയോ ഞങ്ങളെ നേതാവ് ചെയ്തിട്ടുണ്ട്. അതാരാ? കേട്ടോളി. നബിദിനാഘോഷത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ അത്ര തന്നെ പഴക്കമുണ്ട്. നബിദിനാഘോഷത്തിന്
നബി ജനിച്ച അന്ന് എന്തുണ്ട്? തുടക്കണ്ട്. ആരാത് തുടങ്ങി? അബ്ദുള്ളയുടെ വിധവ ആമിന ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു എന്ന വാർത്ത അബൂലഹബ് അറിഞ്ഞു. അങ്ങനെ ഒരടിമയെ മോചിപ്പിച്ചുകൊണ്ട് തത്സമയം നബിയുടെ പിതൃവ്യൻ നബിദിനത്തിന് തുടക്കം കുറിച്ചു. എങ്ങനെ? ആരാ വരെ നേതാവ്? നിങ്ങൾ ചിന്തിക്കണം. ഈ എളേറ്റിൽ വട്ടോളിയിലെ മനുഷ്യരെ അബൂലഹബ് നബിദിനം കൊണ്ടാടി. ആരാ ഈ അബൂലഹബ്? നിങ്ങൾക്ക് പറ്റിയ നേതാവാണ് സത്യം. ഈ ലേഖനം എഴുതിയ ഉസ്താദിനും ഉസ്താദുമാർക്ക് നാടൻ മനുഷ്യന്മാരും അതിൽ പെട്ടുപോയതാ. ഉസ്താദുമാരെ കോലവും രൂപവും കണ്ടപ്പോ നല്ലതാന്ന് മനസ്സിലാക്കി പോയതാ. ഏയ് അബൂലഹബ്! ആരാ ഈ അബൂലഹബ്? അബൂലഹബിന്റെ ഇരുകരങ്ങളും നശിച്ചു. അബൂലഹബ് മരിച്ചതെങ്ങനെ അറിയോ? ചീഞ്ഞ് നാറി ദുർഗന്ധം വമിച്ച് അടുക്കാനാവാതെ ഒരു പർവ്വതത്തിന്റെ ചുവട്ടിൽ എടുക്കാനും തൊടാനുള്ളാതെ മരിച്ച മനുഷ്യൻ. എന്നിട്ടോ ദൂരെ നിന്നിട്ട് ആളുകൾ മണ്ണിങ്ങനെ വാന്തി എറിയ അങ്ങനെ മൂടിയ അബൂലഹബ്. ആ അബൂലഹബ് നബിയുടെ ജന്മദിനം കൊണ്ടാടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ടാടുന്നത്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, അബൂലഹബ് ചെയ്തതാ ദീനിൽ തെളിവ്? മുഹമ്മദ് നബി ചെയ്ത തെളിവുണ്ടോ ചോദിച്ചു. ഇല്ല. അല്ലേ? ആലോചിക്കണം. അബൂലഹബാണത്രേ നബിദിനം കൊണ്ടാടാനുള്ള തെളിവ്. തീർന്നില്ല, ആലോചിക്കണം. ഇനി ഇവര് പറയുന്നത് കേട്ടോ, അതേ സുന്നത്ത് മാസികയില് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്ന സുന്നത്ത് മാസിക 2001 1985 പറഞ്ഞ എന്താ? നബിദിനം നബീന്റെ കാലത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അബൂലഹബാണ് തുടങ്ങിയത്. അതുകൊണ്ട് അതിന് തെളിവുണ്ട് എന്നാ പറഞ്ഞു. അതേ സുന്നത്ത് മാസിക എന്താ കൂട്ടരങ്ങള്? ഇതുണ്ടോ? ഇത് 2001. ഈ 2001 പറയുന്ന കേട്ടോളിട്ട് നിങ്ങള്. മൗലിദിന്റെ മൗലികത, നബിദിന ആഘോഷത്തിന്റെ ഉത്ഭവത്തെ പറ്റി ഒന്ന് കേട്ടോളി. ഭാഷ തിരിയല്ല എല്ലാവർക്കും. നബിദിനം എന്ന് തുടങ്ങി എന്നതിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ച സുന്നി പ്രസിദ്ധീകരണം കേട്ടോ പറയുന്നത്. ആഴത്തിൽ പഠിച്ച ഇമാം സുയൂത്തിയുടെ അഭിപ്രായത്തിൽ ഹിജ്റ 6-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് നബിദിനം ആഘോഷിച്ചു തുടങ്ങി. നേരത്തെ എന്താ പറഞ്ഞു? സുന്നത്ത് മാസികയില്, സുന്നത്ത് പഠിപ്പിക്കുന്ന മാസികയില് നബീൻ ജനിച്ച അന്ന് തന്നെ നബിദിനം തുടങ്ങി. ഇപ്പോഴോ 6-ാം നൂറ്റാണ്ടില്. ഞാൻ ചോദിക്കുന്നത് ഇതിലേതാ സത്യം? കസ്തല്ല ഇവിടെ പറയുന്നത് സുയൂത്തി ഇമാം ഏതായാലും അബൂലഹബിന്റെ കൂട്ടത്തിൽപ്പെട്ട അല്ലല്ലോ. അബൂലഹബിനെ നിങ്ങൾ ആദ്യം തെളിവ് പിടിച്ച് ആയത്ത് പഠിച്ചു. നിസ്സാരമല്ല. ആയത്ത് പഠിച്ചിട്ട് പോലും ഇമാം സുയൂത്തിക്ക് എവിടെ എത്താൻ കഴിഞ്ഞുള്ളൂ? 6-ാം നൂറ്റാണ്ടില്. അപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. 5-ാം നൂറ്റാണ്ടിൽ നിന്ന് തെളിവ് ധരിക്കാൻ കഴിഞ്ഞില്ല. 4-ാം നൂറ്റാണ്ടിലേക്ക് പോയില്ല. 3-ാം നൂറ്റാണ്ടിലേക്ക് പോയില്ല. 2-ാം നൂറ്റാണ്ടിലേക്ക് പോയില്ല. 1-ാം നൂറ്റാണ്ടിലേക്ക് പോയില്ല. ഞങ്ങളോട് ചോദിക്കാൻ, 6-ാം നൂറ്റാണ്ടിന്റെ അപ്പുറത്തുള്ളതാ ഇസ്ലാം ആണോ? ആ സുയൂത്തി മക്കളെ, യുവാക്കളെ, സഹോദരങ്ങളെ പഠിക്ക്. ചെറിയ കുട്ടികളെ പഠിക്ക്. എന്താ പറയുന്നത്? 6-ാം നൂറ്റാണ്ടിന്റെ അവസാനം, 5-ാം നൂറ്റാണ്ടിലും അല്ല, 3-ാം നൂറ്റാണ്ടിലും അല്ല, 6-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് നബിദിനം കൊണ്ടാടുന്നതിനെ പറ്റി സുയൂത്തി ഇമാം പഠിച്ചിട്ട് കിട്ടിയേ. അതിനപ്പുറത്തേക്ക് ഇമാമിന് കിട്ടിയില്ല. ഖുർആനിന് കിട്ടിയില്ല, സുന്നത്തിന് കിട്ടിയില്ല. 6-ാം നൂറ്റാണ്ടിലാണ് നബിദിനം ആഘോഷിച്ചതെന്ന് സുന്നികൾ പറയുമ്പോ ഒരു പോയിന്റ് കൂടി നിങ്ങൾ ചിന്തിക്കണം. അംസഖോയ ബാക്കവിയിലേക്ക് മടങ്ങി വരികയാണ്. അംസഖോയ ബാക്കി പറയാ സുന്നത്ത് ജമാഅത്ത് ഖുർആനിൽ, അതിൽ അയാൾ പറയാ 40 ആയത്ത് നബിദിനം കൊണ്ടാടാൻ തെളിവുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഇമാം സുയൂത്തിക്ക് ഇത് മനസ്സിലായില്ലേ? 40 ആയത്ത് ഖുർആനിൽ ഉണ്ടായിട്ട് റസൂലുള്ളാഹിക്ക് ഇത് മനസ്സിലായില്ല, സഹാബികൾക്ക് ഇത് മനസ്സിലായില്ല, അബ്ദുല്ലാഹി മസ്ഊദിന് മനസ്സിലായില്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു മനസ്സിലായില്ല, ഇബ്നു ഉമർ റളിയല്ലാഹു മനസ്സിലായില്ല. അവർക്കാർക്കും മനസ്സിലായില്ല. അംസഖോയക്ക് മാത്രം മനസ്സിലായി. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അംസഖോയക്ക് മാത്രം നട്ടം പിരിഞ്ഞുവെന്നും സഹാബികൾക്ക് മനസ്സിലായി. അല്ല, സഹാബികൾക്കൊന്നും മനസ്സിലാകാത്തത് മനസ്സിലാകാൻ മാത്രം അംസഖോയ കേമനാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നെങ്കിൽ ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, മഹ്ശറിൽ വെച്ച് നമുക്ക് കാണാം. ചിന്തിക്കണം, ആലോചിക്കണം, ശരിക്കും പഠിക്കണം, ശരിക്കും. അപ്പോ സുന്നികളുടെ വാദപ്രകാരം 6-ാം നൂറ്റാണ്ടിലാണ് നബി തുടങ്ങി. ഞങ്ങൾ പറയുന്നത് എന്താ? നബിദിനം പുത്തനാണ്. നിങ്ങളോ ഇസ്ലാമിലുള്ള ആൾ. ഇനി കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനോട് എന്താ പറഞ്ഞു? ഇനി മേലിൽ
ഈ മതത്തിൽ ദുൽഹജ്ജ് 9 ശേഷം ഒരാചാരവും കടത്തിക്കൂട്ടാൻ പാടില്ല. യാതൊരു കാരണവശാലും നിങ്ങൾ എന്താ പറഞ്ഞേ? ഭൗതികതയിലേക്ക് ജനങ്ങൾ പോയപ്പോ ഓരെ തിരിച്ചു വിളിക്കാൻ തുടങ്ങിയതാ നബിദിനം. പാടുണ്ടോ? നിങ്ങളെ വാദപ്രകാരം പാടുണ്ടോ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരെ പോലും അംഗീകരിക്കുന്നില്ലെന്ന് വന്നാൽ പിന്നെ നിങ്ങൾ ആരംഗീകരിക്കും? ഖുർആൻ നിങ്ങൾ അംഗീകരിച്ചില്ല, നബി നിങ്ങൾ അംഗീകരിച്ചില്ല, സഹാബികൾ ഒറ്റക്കുട്ടിനെ നിങ്ങൾ അംഗീകരിച്ചില്ല, താബിങ്ങൾ അംഗീകരിച്ചില്ല, മദ്ഹബിന്റെ ഇമാമിങ്ങൾ നിങ്ങൾ അംഗീകരിച്ചില്ല, പിന്നെ നിങ്ങൾ ആരെ അംഗീകരിക്കും?